നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസിംഗിലും കോടികളുടെ അഴിമതി നടത്തിയെന്ന് വി എസ് അച്യുതാനന്ദൻ. ക്രമക്കേട് കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് വി എസ് പുറത്തുവിട്ടു. കോഴയ്ക്ക് ഉത്തരം പറയാതെ വെള്ളാപ്പള്ളിയെ വിടില്ല. എന്ത് വേറെയും വള്ളു പറഞ്ഞു കണക്ക് വയ്ക്കേ എന്നാണ്. വി എസ് പുറത്തുവിട്ട കണക്കുകൾ തെറ്റെന്ന് വെള്ളാപ്പള്ളി. കോഴ ആരോപണത്തിൽ ഇന്നും മറുപടിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുപ്പ് UDF സർക്കാരിന്റെ വിലയിരുത്തലെന്ന് മുഖ്യമന്ത്രി. പിന്നെ ഇപ്പോഴാണ് ചോദിക്കുന്നത്. ഇപ്പം ചോദിച്ചാൽ അത് വേണമെങ്കിൽ ആനന്ദ് തന്നെ വെച്ചു. കോട്ടയത്തും കോഴിക്കോട്ടും UDFൽ തർക്കം രൂക്ഷം. VKC മുഹമ്മദ് കോയ LDFന്റെ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥി. തോട്ടം തൊഴിലാളികളുടെ കൂലി പ്രശ്നത്തിൽ ഇന്നത്തെ PLC യോഗവും പരാജയം. വികാരാധീനരായി സമരമുഖത്തെ പൊമ്പിളെ ഒരുമേ പ്രവർത്തകർ. കണ്ണൻ ദേവന് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം. ഒരേ പാക്കറ്റിലോ ഞങ്ങളുടെ തൊഴിലാളിയുടെ രക്തമാണത്. ആ തേയില ആരും മേടിച്ച് കുടിക്കരുത്. എല്ലാരും ഞങ്ങളെ വഞ്ചിക്കുകയാണ്. കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതിയിൽ CBI അന്വേഷണത്തിന് മന്ത്രിസഭാ തീരുമാനം. ടോമിൻ തച്ചങ്കരിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. ഭാര്യയുടെ ബിസിനസ്സിലെ പങ്കാളിത്തം തച്ചങ്കരി സർക്കാരിൽ നിന്നും മറച്ചുവെച്ചു. കണ്ണൻ ദേവൻ കമ്പനി പോലീസ് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് ഹൈക്കോടതി. രേഖകൾ ഉടൻ ഹാജരാക്കണം. SFIയുടെ ബീഫ് ഫെസ്റ്റിവൽ കോട്ടയത്തും കോഴിക്കോട്ടും സംഘർഷം. ബീഫ് ഫെസ്റ്റിനെ അനുകൂലിച്ച നിലപാടിൽ ഉറച്ച് കേരളവർമ്മ കോളേജിലെ അധ്യാപിക ദീപ. ആ പോസ്റ്റ് ഇട്ടതിൽ അത് ഞാൻ ഇട്ടതൊക്കെ ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ദാദ്രി കൊല രാഷ്ട്രത്തിന് കളങ്കമെന്ന് രാഷ്ട്രപതി. പാക് ഗസൽ മാന്ത്രികൻ ഗുലാം അലിയുടെ മുംബൈയിലെ പരിപാടി ശിവസേന ഭീഷണി മൂലം ഉപേക്ഷിച്ചു. ഗോമാംസം സൂക്ഷിച്ചുവെന്നാരോപിച്ച് മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ ദാദ്രി സംഭവം രാജ്യത്തിന്റെ മതേതര പ്രതിച്ഛായക്ക് കളങ്കമായെന്ന് രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി. രാജ്യത്തിന്റെ മതസഹിഷ്ണുത സംരക്ഷിക്കാൻ നടപടി ആവശ്യമാണെന്നും രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിനെ അഭിസംബോധന ചെയ്യവേ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഇതിനിടെ മുഹമ്മദ് അഖ്ലഖിനെ കൊലപ്പെടുത്തിയവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ദാദ്രിയിലെത്തിയ BJP MP സാത്വിക് പ്രാച്ചിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേരളവർമ്മ കോളേജ് അധ്യാപിക ദീപ നിശാന്തന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് SFI ക്യാമ്പസുകളിൽ നടത്തിയ ബീഫ് ഫെസ്റ്റിൽ കോട്ടയത്തും കോഴിക്കോട്ടും സംഘർഷം. കോട്ടയം CMS കോളേജിൽ ഫെസ്റ്റ് നടത്തുന്നതിന്റെ പ്രിൻസിപ്പൽ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. വടകര SN കോളേജിലെ ABVP പ്രവർത്തകർ ഫെസ്റ്റ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷം ഉണ്ടായി. കേരളവർമ്മ കോളേജിലെ വിഗ്രഹ പ്രതിഷ്ഠയുള്ള ആൽത്തറയെ ചൊല്ലി വിവാദം. 25 വർഷം മുമ്പ് വരെ ആൽത്തറയിൽ വിഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നാണ് ആരോപണം. കേരളവർമ്മയിൽ മുൻകാലങ്ങളിൽ എടുത്ത സിനിമകളുടെ ചിത്രങ്ങൾ ഇതിന് തെളിവായി നിരത്തിയാണ് സോഷ്യൽ മീഡിയയിൽ വിവാദം കൊഴുക്കുന്നത്. ശാസ്താ വിഗ്രഹമാണ് കേരളവർമ്മ കോളേജിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ആൽത്തറയിലെ പ്രതിഷ്ഠ. എന്നാൽ ഈ ആൽത്തറയിൽ 1/4 നൂറ്റാണ്ടിന് മുമ്പ് വിഗ്രഹ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം. ഇതിന് തെളിവായി ഉയർത്തിക്കാട്ടുന്നത് തൂവാനത്തുമ്പികളിലെ ആൽത്തറ രംഗവും. ഇപ്പൊ വെല്ലടിക്കും. എല്ലാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ 1.5 മണിക്കൂർ പറഞ്ഞേക്കാം. ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കോടോ. നീ എന്താ ധരിച്ചിരിക്കണേ? ഇത് നമ്മുടെ കോളേജാ. കേരളവർമ്മ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും വിഗ്രഹ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഒരു 5 വർഷക്കാലം അവിടെ പഠിച്ചിട്ടുണ്ട്. ആ കാലത്തൊന്നും ഇങ്ങനൊരു വിഗ്രഹമോ അതിൻ്റെ പൂജ സംഭവം യാതൊന്നും അവിടെ ഉണ്ടായിരുന്നിട്ടില്ല. അതിലിപ്പോൾ ഈ പറയപ്പെടുന്ന ഈ വിഗ്രഹം ഇരിക്കുന്നു പറയുന്ന ആള് ഞങ്ങളൊക്കെ ഇരുന്ന് വാക്ക് തർക്കങ്ങളും പ്രണയസല്ലാപങ്ങളൊക്കെ കുട്ടികൾ നടത്തിയിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നിട്ടേ ഇല്ല. ശാസ്താ വിഗ്രഹമുള്ള ആൽത്തറയ്ക്ക് സമീപം ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു എന്നാരോപിച്ചാണ് ഹിന്ദു സംഘടനകൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. എന്നാൽ ആൽത്തറയ്ക്ക് സമീപമല്ല പരിപാടി നടന്നതെന്നും വിഷയത്തെ വർഗീയവൽക്കരിക്കാനുള്ള അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും SFIയും ആരോപിക്കുന്നു. റിപ്പോർട്ടർ, തൃശൂർ. ഈ വിഷയത്തിൽ VS സുനിൽകുമാർ MLA, PS ശ്രീധരൻപിള്ള BJP നേതാവ്, ഫക്രുദ്ദീൻ രാഷ്ട്രീയ നിരീക്ഷകൻ, MP രാജേഷ് എന്നിവരാണ്. വ്യത്യസ്ത സ്റ്റുഡിയോകളിൽ B ഗോപാലകൃഷ്ണനും. ആദ്യം ശ്രീ VS സുനിൽകുമാർ, വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ ഈ സമരത്തെ നിങ്ങൾ പൊതുവെ ഇടതുപക്ഷം ഉപയോഗപ്പെടുത്തുന്നത്? ഞങ്ങൾ വർഗീയ സംഘർഷം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലോ ഇന്ത്യയിലോ ഇടതുപക്ഷ പാർട്ടികൾ ഒരിടത്തും വർഗീയ സംഘർഷം ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, വർഗീയ സംഘർഷങ്ങളെല്ലാം ശക്തമായിട്ട് എതിർത്ത പാരമ്പര്യം മാത്രമാണ് ഇടതുപക്ഷ പാർട്ടികൾക്കുള്ളത്. ഇവിടെ കേരളവർമ്മ കോളേജിൽ നടന്ന സംഭവത്തിൽ
ഇപ്പോൾ ആ ടീച്ചർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവർക്ക് പരിപൂർണമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കേരളമ്മ കോളേജിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 85-88 കാലഘട്ടത്തിൽ അവിടെ വിദ്യാർത്ഥിയായിരുന്ന ആളാണ്. ബി ഗോപാലകൃഷ്ണൻ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ ഗോപാലകൃഷ്ണൻ ഒരേ കാലഘട്ടത്തിൽ പഠിച്ച ആൾക്കാരാണ്. ആ കാലഘട്ടത്തിൽ ഗോപാലകൃഷ്ണൻ പറയട്ടെ, അവിടെ ഇതുപോലൊരു അമ്പലം ഉണ്ടായിരുന്നോ? ഞങ്ങളൊക്കെ ഇവിടെ നേരത്തെ NR രാമപ്രകാശ് മാഷ് പറഞ്ഞ പോലെ ആ ആൽത്തറയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയും രാഷ്ട്രീയ ചർച്ച നടത്തുകയും പ്രണയസല്ലാപം നടത്തുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്. അത്തരമൊരു ആൽത്തറയിൽ ഇപ്പോൾ ഒരു അമ്പലം വന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഗോപാലകൃഷ്ണൻ 85-88 കാലഘട്ടത്തിൽ ഗോപാലകൃഷ്ണന്റെ സഹപാഠിയാണ് എന്ന് VS സുനിൽകുമാർ MLA പറയുന്നു. ശാസ്താക്ഷേത്രത്തിന് മുമ്പിൽ ബീഫ് കറി വെച്ച് കഴിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിന് കാരണം. അങ്ങനെ ഒരു ശാസ്താക്ഷേത്രമേ അവിടെ ഉണ്ടായിരുന്നില്ല, സമീപകാലത്തുണ്ടായതാണ് എന്നാണ് ആക്ഷേപം ഇപ്പോൾ. അല്ല നികേഷ്, കേരളവർമ്മ കോളേജിലെ ശാസ്ത ക്ഷേത്രത്തിന്റെ മുമ്പിൽ ബീഫ് വെച്ചതാണ് തകരാറായത്, കുഴപ്പമുണ്ടാക്കിയത്. നികേഷിനോട് ആരാ പറഞ്ഞത്? ഇന്നലെ താങ്കൾ തന്നെ മറ്റൊരു ടെലിവിഷൻ ചാനലിനോട് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. മറിച്ച് ശാസ്താവിന്റെ ഒരു ബിംബമുണ്ട്, അത് കൊച്ചി രാജാവ് വെച്ചതാണ്. ഈ കേരളവർമ്മ കോളേജ് ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. ഈ സുനിൽകുമാറും ഞാനും ഒക്കെ പഠിക്കുമ്പോഴും അതവിടെയുണ്ട്. അതിൽ എല്ലാ ദിവസവും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതിനിധി വിളക്ക് കത്തിക്കുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതിനിധിക്ക് അതിനുള്ള അലവൻസും കൊടുക്കുന്നുണ്ട്. പക്ഷെ ബീഫ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമില്ല. അത് ഈ ടീച്ചർ ഉണ്ടാക്കിയതാ. ബീഫ് ഫെസ്റ്റിന്റെ വിഷയം ഗോപാലകൃഷ്ണൻ, ഈ തൂവാനത്തുമ്പികൾ എന്ന സിനിമ റിലീസ് ചെയ്തത് 1987 നിക്കൂ ശ്രീ ഗോപാലകൃഷ്ണൻ, നമുക്ക് വേഗത്തിൽ പോകേണ്ടതില്ലല്ലോ. 1987 ഈ തൂവാനത്തുമ്പികൾ എന്ന സിനിമ റിലീസ്. കൗതുകത്തിലാണ്. ഞാൻ ആ കോളേജിൽ പഠിച്ചതല്ല, ഞാൻ ആ കോളേജിൽ സന്ദർശിച്ച് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ 1987 റിലീസ് ചെയ്ത സിനിമയാണ് തൂവാനത്തുമ്പികൾ. അത് ഈ പറയുന്ന ആൽത്തറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു ശാസ്താ വിഗ്രഹം കാണാനില്ല. എന്തുകൊണ്ട് അതില്ല? ശാസ്താ വിഗ്രഹത്തിന്റെ പേരിലല്ല ബീഫ് ഫെസ്റ്റിന്റെ പ്രശ്നം. അല്ല, അത് നിൽക്കട്ടെ, നമുക്ക് പിന്നീട് തർക്കിക്കാം. മനസ്സിലാക്കൂ, കേരളവർമ്മ കോളേജിൽ സുനിൽകുമാർ പഠിക്കുമ്പോഴും ഞാൻ പഠിക്കുമ്പോഴും ഗ്രാമപ്രകാശ് പഠിക്കുമ്പോഴും കേരളവർമ്മ കോളേജിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ അവിടെ ബീഫ് എന്ന് പറയുന്ന ഇല്ല ശ്രീ ഗോപാലകൃഷ്ണൻ. നമുക്ക് ബീഫിന്റെ കാര്യത്തിലേക്ക് വരാം. അത് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷേ വിദ്യാർത്ഥികൾ വന്ന് കഴിക്കുന്നുണ്ടാവും, അത് വേറെ വിഷയം. എന്തിനാണ് ആ ചർച്ചയിൽ നിന്ന് താങ്കൾ പിൻവാങ്ങുന്നത്? ശ്രീ ഗോപാലകൃഷ്ണൻ, എന്തിനാണ് ആ ചർച്ചയിൽ നിന്ന് താങ്കൾ ഒഴിവാകുന്നത്? എന്റെ ചോദ്യം ഇതാണ്. 1987 കേരളവർമ്മ കോളേജിൽ ഷൂട്ട് ചെയ്ത ചിത്രമാണ് തൂവാനത്തുമ്പികൾ. ആ ആൽത്തറയിൽ ശാസ്താക്ഷേത്രം കാണുന്നില്ല. ആ ശാസ്താക്ഷേത്രം പിന്നെ എപ്പോഴുണ്ടായി? ഈ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയുന്നില്ല. മറുപടി പറയുന്നതിൽ നിന്ന് താങ്കൾ ഒഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് തുടർച്ചയായി താങ്കൾ സംസാരിക്കുന്നത്. എന്റെ ചോദ്യം നേരിട്ടുള്ള ചോദ്യമാണ്. 87 ഷൂട്ട് ചെയ്ത ചിത്രമാണ് തൂവാനത്തുമ്പികൾ. ആ ഷൂട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ആ ക്ഷേത്രം അവിടെ കാണാനില്ല, ഇപ്പോഴുണ്ട്. എന്തുകൊണ്ട് അന്ന് ആ ആൽത്തറയിൽ അങ്ങനെ ഒരു ക്ഷേത്രം എടുക്കാൻ ആ ചിത്രത്തിൻ്റെ സംവിധായകൻ പത്മരാജന് കഴിഞ്ഞില്ല? എന്റെ നികേഷ്, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും എന്റെ മനസ്സിലുള്ളത് ഒരു വലിയ ക്ഷേത്രമൊന്നും അവിടെ ഇല്ല. ഞാനും സുനിൽകുമാറും ഗ്രാമപ്രകാശവും ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ കോളേജിന്റെ ക്യാമ്പസിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോ വലതു ഭാഗത്തൊരു ആൽത്തറയില് ഒരു ചെറിയ ഒരു സാധനമുണ്ട്, വളരെ ചെറുതാണ്. പക്ഷെ ആ ചെറിയതും അവിടെ കാണാനില്ലല്ലോ. തുടരുക ദയവായി ശ്രീ ഗോപാലകൃഷ്ണൻ. ശ്രീ സുനിൽകുമാർ, ഒരുപക്ഷെ നിങ്ങൾ കാണാതെ പോയതായിരിക്കും. അവിടെ ഒരു ചെറിയൊരു വിഗ്രഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത് വളർന്നു വലുതായതായിരിക്കും. എന്ന് മാത്രമല്ല, കേരളവർമ്മ കോളേജിലെ ഞാനും സുനിൽകുമാറും ഗ്രാമപ്രകാശം മാറി നിൽക്കൂ. നികേഷ്, ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടത്തക്ക വിധത്തിൽ പൂജാകർമ്മങ്ങൾ നടത്തുന്ന ഒരു വിഗ്രഹം ഞങ്ങൾ ആരും അവിടെ കണ്ടിട്ടില്ല. നിങ്ങൾ പ്രണയസല്ലാപത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ കാണാതെ പോയതായിരിക്കുമെന്നാണ് ഗോപാലകൃഷ്ണൻ ഒരു കാര്യം കൂടെ പറയാം. ബി ഗോപാലകൃഷ്ണൻ ഒരു കാര്യം കൂടെ പറയാം. തൃശൂർ കേരളവർമ്മ കോളേജിലെ ക്യാൻറ്റീനിൽ നിന്നും പല തവണ ഇറച്ചിയും പൊറോട്ടയും കഴിച്ച ആളാണ് ഞാൻ. ബീഫും പൊറോട്ടയും പലതവണ കഴിച്ച ആളാണ് ഞാൻ. അവിടെ ബീഫും പൊറോട്ടയും ആ ക്യാൻറ്റീനിൽ ധാരാളമായി വിറ്റഴിക്കപ്പെട്ടിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നതൊന്നും യാതൊരു ന്യായമില്ല ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ. നമ്മൾ വളരെ ആത്മസുഹൃത്തുക്കളാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിച്ച കോളേജിൽ ഇതുപോലെ നിങ്ങൾ ഇതിനെ കല്ല് വെച്ച നുണ പറയരുത്. നിങ്ങൾ ABVP-ക്കാരും BJP-ക്കാരും പറഞ്ഞെന്താ, ഈ ശാസ്താ ക്ഷേത്രത്തിന് മുമ്പിൽ ഇന്നലെ പറഞ്ഞ ഗോമാംസം വിറ്റു എന്നാണ്. യൂണിയൻ SFയുടെ യൂണിയൻ ഓഫീസ് ഇരിക്കുന്ന അവിടെ ഗോപാലകൃഷ്ണ
പഴയ ഓഫീസിനടുത്താണ്. ആ ഓഫീസിന് മുമ്പിൽ അവിടെ ക്ഷേത്രം. ഈ ഗോമാംസം അല്ല, പോത്തിറച്ചിയെ കൊണ്ട് വിറ്റ് അവിടെ കൊടുത്തത്. അത് ഗോമാംസം ഒന്നും അല്ല കൊടുത്തത്. നിങ്ങൾ ആ ഇന്നലെ റിപ്പോർട്ടർ ടെലിവിഷനിലല്ല, താങ്കൾ മറ്റൊരു ചാനലിൽ ശ്രീ ഗോപാലകൃഷ്ണൻ എന്നെ ഒരു 30 സെക്കൻഡ് കേൾക്കുമെങ്കിൽ വലിയ ഉപകാരമാവും. താങ്കൾ ഇന്നലെ മനോരമയിലാണെന്ന് തോന്നുന്നു പറയുകയുണ്ടായി, ഈ ശാസ്താക്ഷേത്രത്തിന് മുമ്പിൽ ബീഫ് വിതരണം ചെയ്ത SFIയുടെ നടപടിയെ ABVP പ്രവർത്തകൻ ചോദ്യം ചെയ്തു എന്ന്. ഇപ്പോൾ താങ്കൾ പറയുന്നു അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഏതോ ഒരു മൂലയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ വളർന്ന് വികസിച്ചതാണ് എന്ന്. അവിടെ ആ നിലയിൽ ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ ബീഫ് വിതരണം ചെയ്തു എന്ന ആക്ഷേപത്തെ തുടർന്നാണ് വലിയ തോതിൽ കലാലയ സംഘർഷമായി അത് വികസിച്ചത്. അപ്പോൾ ഈ വിഷയത്തിൽ പിന്നീട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതിൻ്റെ അനുബന്ധ വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ മൂലകാരണമായി ABVP എന്താണോ ചൂണ്ടിക്കാണിച്ചത് അത് യഥാർത്ഥത്തിൽ ഇല്ലാതിരുന്നു. നികേഷ്, നിങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് സംസാരിക്കില്ല. മനോരമ ചാനലിൽ അവിടെ പൂജാക്ഷേത്രം ഉണ്ടെന്ന് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ഇന്നും മനോരമ ചാനലിൽ ഞാൻ പോയിരുന്നതാണ്, ഇന്നലെയും പോയിരുന്നതാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത്. കേരളവർമ്മ കോളേജിൽ എന്റെ ഓർമ്മയിലുള്ളിടത്തോളം കാലം, ഇത്രയും കാലത്തെ ചരിത്രത്തിനിടയിൽ, ഇന്നലെ മനോരമ ചാനലിൽ ദേവസ്വം ബോർഡ് സംസാരിക്കുന്നത് നികേഷ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ദേവസ്വം ബോർഡിന്റെ പ്രതിനിധിയായിട്ടുള്ള രാജൻ സംസാരിച്ചുവല്ലോ. ഗോപാലകൃഷ്ണൻ പറഞ്ഞ മാത്രമല്ലല്ലോ നിങ്ങൾ കേട്ടത്. ഗോപാലകൃഷ്ണൻ വിഷയത്തിലേക്ക് വരൂ. യഥാർത്ഥത്തിൽ ആ ക്ഷേത്രം അവിടെ ഉണ്ടോ അതോ ഇപ്പോ ഉണ്ടായതാണോ? ക്ഷേത്രം എന്ന് പറയുന്ന പൂജാകർമ്മം ചെയ്യുന്ന ഒരു സാധനം അവിടെ ഇല്ല. അവിടെ ഒരു ശാസ്താവിന്റെ ബിംബമുണ്ട്. എങ്കിൽ അടുത്ത ചോദ്യം, ഇപ്പൊ കാണുന്ന രീതിയിലുള്ള ഒരു മേക്ക് ഷിഫ്റ്റ് ക്ഷേത്രം എന്ന് വേണമെങ്കിൽ വിശേഷിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ നേരത്തെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്നതിന്റെ എത്രയോ കാലം മുമ്പ്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ഞാൻ അതിനുള്ള എല്ലാ തെളിവുകളും തരാം. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിയായിട്ട് അധ്യാപകനായ ആണ് പാലക്കാട് ഇപ്പോൾ താമസിക്കുന്ന MC രാധാകൃഷ്ണൻ മാഷ്. എന്റെയും സുനിൽകുമാർ, നമ്മളിപ്പോ കാണുന്ന ദൃശ്യങ്ങളിൽ അതില്ല. ഒരു സിനിമ ആ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിരുന്നു. ഒരുപക്ഷെ പത്മരാജൻ അത് മാറ്റിവെച്ചതാകാം, അല്ലെങ്കിൽ ആ പറയുന്ന ആൽത്തറയിലായിരിക്കില്ല ഈ ക്ഷേത്രം. അങ്ങനെ വ്യത്യസ്തങ്ങളായ വാദങ്ങളുണ്ട്. അതിലേതെങ്കിലും വിശ്വാസ്യതയുള്ള ഏതെങ്കിലും ഒന്ന് പിടിക്കൂ ശ്രീ ഗോപാലകൃഷ്ണൻ. അതെ, ഈ ആൽത്തറ എന്ന് പറഞ്ഞാൽ കേരളവർമ്മ കോളേജിൽ ഒന്നല്ല നികേഷ്. നിങ്ങൾ കോളേജ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ VS സുനിൽകുമാർ തൃശ്ശൂരിലെ റിപ്പോർട്ടറോടും ചോദിച്ചിരിപ്പിക്കല്ലേ. നികേഷ്, ഗോപാലകൃഷ്ണൻ, ഞാൻ ഒരു കാര്യം പറയാം. ഈ തൂവാനത്തുമ്പികൾ എന്ന സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ 87 പഠിക്കുമ്പോഴാണ്. ആ സിനിമ ഷൂട്ട് ചെയ്യുന്നതിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൽത്തറ തന്നെയാണ്. ഇപ്പൊ ക്ഷേത്രം ഫിറ്റ് ചെയ്തിരിക്കുന്ന ആൽത്തറ അന്ന് ഉണ്ടായിരുന്ന ആൽത്തറ തന്നെയാണ്. പിന്നെ അവിടെ രാജാവിന്റെ ഒരു ശവകുടീരത്തിൽ വിളക്ക് വയ്ക്കാൻ വേണ്ടി ആളെ വെച്ചു എന്നല്ലാതെ ആ ആൽത്തറയിൽ ഒരു പ്രതിഷ്ഠ ഉണ്ടായതും ആ ബിംബത്തിൽ വിളക്ക് വയ്ക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തി ഞങ്ങൾക്കറിയില്ല. അന്ന് അവിടെ പൂജ ഉണ്ടായിരുന്നില്ല, ഒരു നാളെയോ വെച്ചിരുന്നില്ല, അവിടെ ഒരു ഗോളക ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നിങ്ങളിപ്പോ വെച്ചതാ. അല്ല, ക്ഷേത്രം ഏത് ഘട്ടത്തിലും വരാം. ശ്രീ സുനിൽകുമാർ, ക്ഷേത്രത്തിന് ഈ കാലഘട്ടത്തിൽ മാത്രമേ ക്ഷേത്രങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ക്ഷേത്രത്തിന് പുതുതായി പോലും രൂപം കൊള്ളാം. അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ കേരളവർമ്മ കോളേജിൽ ഒരു ക്ഷേത്രമുണ്ടായി. ഇപ്പോൾ ചെയ്ത സംഭവം എന്താണ്? അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ബീഫ് വിതരണം ചെയ്തു എങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ച് ഇപ്പോൾ ക്ഷേത്രം ഉണ്ടാകുന്നതിന് തടസ്സപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. എത്ര പള്ളികൾ വരുന്നു, അപ്പോൾ സ്വാഭാവികമായും അമ്പലങ്ങളും ഉണ്ടാവുമല്ലോ അവിടെ. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, അല്ലെങ്കിൽ തുടർന്നും എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളതാണ്. ഈ ബീഫ് ഫെസ്റ്റിവൽ പല കോളേജുകളിലും വ്യാപിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു അസ്വാസ്ഥ്യം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? അല്ല നികേഷ്, അവിടെ SFI പ്രവർത്തകന്മാര് ബീഫ് സൂക്ഷിച്ചു എന്ന പേരിൽ ഒരു മുസ്ലിം സഹോദരനെ കൊലപ്പെടുത്തിയ നിഷ്ഠൂരമായ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതീകാത്മകമായി SFIയുടെ യൂണിയൻ ഓഫീസ് എന്ന് പറയുന്നത് പഴയ ഓഫീസ് കെട്ടിടത്തിന് ചേർന്ന് കിടക്കുന്ന റൂമിന് മുമ്പിൽ വെച്ച് അവർ ബീഫ് വിതരണം നടത്തി എന്ന് പറഞ്ഞാൽ പോത്തിറച്ചി വിതരണം നടത്തിയ ഒരു സംഭവമാണ് ഉണ്ടായത്. അതിനകത്തൊക്കെ ABVP-ക്കാർ കയറി ചെന്നു, SFI-ക്കാർ തല്ലി. ആ സംഭവം യാഥാർത്ഥ്യം നടന്ന കാര്യമാണ്. അവിടെ വലിയൊരു പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരം ഇന്ത്യയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുലാം നബിയുടെ പാട്ട് പോലും കച്ചേരി പോലും വേണ്ട എന്ന് പറയുന്ന രാജ്യത്ത് ഇവിടെ ഫാസിസ്റ്റ് രീതിയിൽ പോകുമ്പോൾ അതിന് പ്രതികരിക്കാൻ SFI-ക്കാരും AISF-കാരും ഈ നാട്ടിൽ DYFI-ക്കാരും ഒക്കെ ഉണ്ടാവും. ശരി, അതിൽ തർക്കിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. എന്തായാലും ഇവിടെ എന്താണോ നമ്മൾ കാണുന്നത് അത് കണ്ടുപോവുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഒരു പ്രത്യേകിച്ചൊരു കമൻ്റൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ശ്രീ PS ശ്രീധരൻപിള്ള, നമ്മുടെ നാഗരികത, ഇന്ന് രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി
ഈ രാഷ്ട്രപതിയെക്കുറിച്ച് ഒരു വാക്ക് ആദ്യം പറയേണ്ടി വരും. ഈ രാഷ്ട്രപതി NDA സർക്കാർ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിൽ പോലും ഉപദ്രവിച്ചിട്ടില്ല എന്നും മാത്രമല്ല, ഈ രാഷ്ട്രപതിയുമായി അരമണിക്കൂർ സംസാരിച്ചാൽ ഒരു പുസ്തകം വായിക്കുന്നത് പോലെയാണ് എന്നാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത്. നരേന്ദ്രമോദി കൊടുത്തയച്ച ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് പോലും ഒരിക്കൽ പോലും തിരിച്ചയച്ചിട്ടില്ല, 3 തവണ അയച്ചല്ലോ. ഈ രാഷ്ട്രപതി ഇന്ന് പറയുകയാണ് നമ്മുടെ നാഗരികത നാനാത്വത്തെയും സഹിഷ്ണുതയെയും ബഹുവിശ്വാസത്തെയും വിലമതിക്കുന്നതാണ്. നമ്മുടെ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ മൂല്യങ്ങൾ വൃഥാവിലാക്കാൻ അനുവദിക്കാനാവില്ല. പിന്നിട്ടുപോയ കാലം നമ്മുടെ സംസ്കാരം, പരിഷ്കാരം, നാനാത്വം അംഗീകരിക്കുകയും പല വെല്ലുവിളികളെയും അതിജീവിക്കുകയും ചെയ്തു. സഹിഷ്ണുത അഡ്വക്കേറ്റ് ചെയ്തു, ബഹുവിശ്വാസം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. നമ്മുടെ ജനാധിപത്യത്തെ ഒരിക്കലും പരാജയപ്പെടുത്താനാകില്ല. നമ്മൾ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സിവിലൈസേഷനെ ആകെ തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡെഫനിങ് സൈലൻസ്, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദതയുണ്ടല്ലോ, ആ നിശബ്ദത കണ്ട് രാഷ്ട്രപതിക്ക് ചിലത് പറയേണ്ടി വന്നിരിക്കുന്നു എന്നല്ലേ രാഷ്ട്രപതിയുടെ ഈ എക്സ്റ്റംപോറായ 15 മിനിറ്റ് രാഷ്ട്രപതി ഭവനിലുള്ള പ്രസംഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ നികേഷോടുള്ള സ്നേഹവും ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, നികേഷ് വളരെ പർപ്പസ്ഫുള്ളായിട്ട് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, അതിനനുസരിച്ച് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ സർവാത്മന ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ രാഷ്ട്രത്തിൻ്റെ ആത്മാവാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എല്ലാം എതിർദിശയിലാണ് ഞങ്ങളെന്ന് വരുത്തീർക്കാനുള്ള താങ്കളുടെ ശ്രമം വിജയിക്കാൻ പോകുന്നില്ല. അവിടെ ബീഫ് കഴിച്ചതിൻ്റെ പേരൊരാളെ കൊന്ന സംഭവത്തിൽ ഉൾപ്പെടെ BJPയുടെ നിലപാടതാണ്. ഒറ്റപ്പെട്ട ചില കാര്യങ്ങളുണ്ടാകും, നിങ്ങളത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളൂ. പക്ഷേ ഈ രാജ്യത്ത് ബഹുസ്വരതയുണ്ടാവണം. അത് ഏകം സത് വിപ്രാ ബഹുതാവരത്തി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു രാജ്യത്ത് എല്ലാ വിശ്വാസങ്ങളെയും ആനോപത്ര കൃതവോ എന്താ വിശ്വന്തക, എല്ലാ ലോകത്തിൻ്റെ ശുഭചിന്ത വരട്ടെ എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാടിനെ ഞങ്ങളെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയപ്പോൾ ഇതിൽ കളിക്കുന്നത് കാരണം ഈ ഗോപനത്തിൻ്റെ കാര്യത്തിലൊക്കെ AICCയുടെ ജനറൽ സെക്രട്ടറി ഇന്നലെ പറഞ്ഞിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ സർക്കുലർ നികേഷിന് ഓർമ്മയുണ്ടാകും, നമ്മളിവിടെ ചർച്ച ചെയ്തതുണ്ട്. ഞാനിത് വന്ന അവസരത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 48ാം വകുപ്പ് എഴുതി ചേർത്തത് RSSകാരും BJPക്കാരും ഒന്നുമല്ല. എനിക്കൊരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഗോപന നിരോധനമാണെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അതുകൊണ്ട് ഭാരതമാതാ കീ ജയ് എന്ന് പോലും വിളിക്കുന്നത് ന്യൂനപക്ഷ വിരുദ്ധതയാണെന്ന് പറഞ്ഞ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരിച്ചുവരവാണിത്. അതുകൊണ്ട് അവരത് ചെയ്യട്ടെ, ഗോമാതാവ് വേണ്ട, അല്ലെങ്കിൽ ഇതെല്ലാം വേണ്ട. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതിൽ അന്ന് അയച്ച സർക്കുലർ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി തരാം. ഇന്ദിരാഗാന്ധി എല്ലായിടത്തും നടപ്പാക്കണവർ കേരളത്തിൽ നടപ്പാക്കിയില്ല, ലക്ഷദ്വീപ് നടപ്പാക്കിയില്ല, പൂർവ്വ ചില സ്റ്റേറ്റുകളിൽ ബാക്കി 23 ഒരു സർക്കുലർ ഉണ്ടാകുന്നത്, ഒരു ദിഗ്വിജയ് സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത്, മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞു എന്ന് നമ്മൾ കോട്ട് ചെയ്യുന്നതൊക്കെ അനുവദനീയമാണ്, സ്വാഗതം ചെയ്യേണ്ടതാണ്. അത്തരം ചർച്ചകൾ നമ്മുടെ നാട്ടിലുണ്ടാകണം. പക്ഷേ ബീഫ് കഴിച്ചു എന്ന് ആരോപിച്ച ഒരാളെ തല്ലിക്കൊല്ലുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ നികേഷ് അതിൻ്റെ പേരിലല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 5 പേര് KSRTC യാത്ര ചെയ്യുന്ന മട്ടന്നൂർ വെച്ചിട്ട് താങ്കളുടെ ജില്ലയിൽ ഇട്ട് ചുട്ടുകൊന്നില്ലേ? 6 പേർ വോട്ടവകാശം വിനിയോഗിക്കാൻ പോയി ചീമേനിയിൽ കത്തിച്ചു കൊന്നില്ലേ? ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നു. ഈ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ BJPയുടെ തെരഞ്ഞെടുക്കപ്പെട്ട MP ആണ് സാത്വിക് പ്രാച്ചി. ഇന്ന് ദാദ്രിയിൽ പോകുന്നത് അനുവദിക്കാനാകില്ല എന്നാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് പറയുന്നത്. അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണോ ദാദ്രിയിൽ സംഭവിച്ചത് അത് നടക്കേണ്ടത് തന്നെയാണ് എന്നാണ്. പശുവിറച്ചി കഴിച്ചാൽ ആ ആൾ കൊല്ലപ്പെടുമെന്ന് തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു ഭീകരതയിൽ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? അങ്ങനെ ഒരു സംഘർഷത്തിൽ നമുക്ക് ഭയന്ന് ജീവിക്കാൻ കഴിയുമോ? ശ്രീ PS ശ്രീധരൻപിള്ള, ശരിയാണ് താങ്കൾ പറഞ്ഞ പോലെ ചീമേനിയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടാവും, മറ്റൊരിടത്ത് വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി നമുക്ക് കാണണം. അതിനപ്പുറത്തേക്ക് ഈ ഭരണകൂടം ആകെ തന്നെയും നമ്മളെ ഭയപ്പെടുത്തി നിർത്താൻ ശ്രമിക്കുമ്പോൾ എല്ലാം പാർട്ടിക്ക് വിധേയം എന്നുള്ളതല്ല. നികേഷ്, കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിന് വ്യത്യസ്തമാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എല്ലാം പാർട്ടിക്ക് വിധേയം, സാഹിത്യവും കലയും എല്ലാം എന്നുള്ള കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട് ഞങ്ങൾ അതിൻ്റെ നേരെ 100% എതിരാണ്.
ഒരു വ്യക്തിക്ക് അമ്പലത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇഷ്ടമുള്ള വിശ്വാസമാകാം, ഗോപുരത്തെ ഇഷ്ടമുള്ള വിശ്വാസമാകാം. ഇതൊക്കെ പറയുന്ന ആളുകളെ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ രാജനൈതിക വ്യവസ്ഥ. അതാണ് 127 കോടി ആളുകൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഈ 127 കോടി ആളുകൾ ഒരുപോലെ ആയിരിക്കണം. ചിലർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടാകാം. അവിടെ ഗ്രാമം ഇത് ചെയ്തത്, ആ ഗ്രാമം ചെയ്തത് തെറ്റാണ്, ഈ നാടിൻ്റെ ആത്മാവിനേറ്റ ക്ഷതമാണ്. ഞാനത് ഉറക്കെ പറയുകയാണ്, ഉറപ്പിച്ച് പറയുകയാണ്. ഈ രാജ്യം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം എന്താ, പൈതൃകം എന്താ? എന്റെ പാർട്ടിയുടെ രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചത്. ദയവായി തുടരുക. ശ്രീ എം പി രാജേഷ്, താങ്കളും ഒരു പാർലമെന്റ് അംഗമാണല്ലോ. ഇന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ആ 15 മിനിറ്റ് പ്രസംഗം ഒരു ടെക്സ്റ്റ് പോലും നോക്കാതെ എക്സ്റ്റംപോറായുള്ള ആ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എപ്പോഴും രാഷ്ട്രപതിയുടെ പ്രസംഗം അല്ലെങ്കിൽ പ്രണബ് മുഖർജിയുടെ പ്രസംഗം വ്യക്തിപരമായി ഞാൻ അഭിമാനിക്കാറുണ്ട്. ഇങ്ങനെയൊരു ആൾ നമ്മുടെ രാഷ്ട്രപതി ആയല്ലോ എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് പ്രസംഗം ഇന്ന് അതിനേക്കാൾ ഗംഭീരമായിരുന്നു. 35 കോടി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഇലക്ഷൻ എങ്ങനെയാണ് സുഗമമായി നടക്കുക എന്ന് വിദേശ നിരീക്ഷകർ പോലും ചോദിക്കാറുണ്ട്. രാജ്യസഭയിൽ വന്ന സമയത്ത് അദ്ദേഹം രാജ്യസഭയിൽ വന്നപ്പോൾ കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടമായിരുന്നു. ബാങ്കുകളുടെ ദേശസാൽക്കരണം, കോൺഗ്രസിന്റെ സ്പ്ലിറ്റ്, അങ്ങനെ നിരവധി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നാണ്. അതാണ് ഞാൻ നേരത്തെ ശ്രീ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് വായിച്ചു കൊടുത്തത്. ഇവിടെ ഇത്തരത്തിലുള്ള ഇപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചവർ മെഡലുകൾ തിരിച്ചു കൊടുക്കുന്നു. രാഷ്ട്രപതിയെ പോലുള്ളവർ ഗവൺമെൻറ്റിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണം അത്രയൊക്കെ ഉണ്ടോ ഈ രാജ്യത്ത്? നേരത്തെ ശ്രീ പി എസ് ശ്രീധരൻപിള്ള ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ദാദ്രയിൽ പശുവിനെ മോഷ്ടിച്ച് കൊന്ന് ഭക്ഷണം കഴിച്ചു എന്ന് കരുതിയ ആളെ സ്വാഭാവികമായും അവിടെയുള്ള വയലൻ്റ് ആയിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാവുമല്ലോ, ആ വയലൻ്റായ സമൂഹം അക്രമ സംഭവങ്ങൾ നടത്തി എന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ മെഡലുകൾ തിരിച്ചു കൊടുക്കുക, രാഷ്ട്രപതി ഗവൺമെൻറ്റിനെ ഓർമ്മിപ്പിക്കുക എന്ന നിലയിൽ അത്ര ഭയാനകമായ അന്തരീക്ഷമാണോ ഇവിടെയുള്ളത്? ഇന്ന് ശ്രീ പ്രണബ് മുഖർജിയുടെ രാഷ്ട്രപതിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഗുജറാത്ത് കലാപത്തിന് ശേഷം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ശ്രീ KR നാരായണൻ്റെ പ്രസംഗമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഏതാണ്ട് അതിന് സമാനം എന്ന് പറയാവുന്ന പ്രസംഗമാണ് ഇന്ന് രാഷ്ട്രപതി നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നികേഷ് ചോദിച്ചു, ഇത്രമാത്രം ഗൗരവമായിട്ടുള്ള സ്ഥിതിയുണ്ടോ? ശ്രീ ശ്രീധരൻപിള്ള ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഗൂഢാലോചനയാണ് എന്നാണ്. ഈ ഉത്തർപ്രദേശിലെ സംഭവമെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ ഗൂഢാലോചനയാണ് എന്നാണ്. ആദ്യം ഒരൊറ്റ കാര്യം പറയട്ടെ, ഇത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ ബീഫിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് എന്നെല്ലാം പറയുന്നു. സ്വാമി വിവേകാനന്ദൻ ശ്രീധരൻപിള്ളയെ പോലുള്ള RSSകാരുടെ നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു മറുപടി പണ്ട് പറഞ്ഞിട്ടുണ്ട്. പശു മാതാവാണ് എന്ന് പറഞ്ഞ് പശു വധ നിരോധനത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്ന ഒരാളോട് അദ്ദേഹം പരിഹാസപൂർവ്വം ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ പിതാവ് ആരാണ്, കാളയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ. ഒരുപക്ഷെ ശ്രീധരൻപിള്ള പറയുമായിരിക്കും സ്വാമി വിവേകാനന്ദൻ്റെ സഹോദരൻ കമ്മ്യൂണിസ്റ്റായിരുന്നു, ആ ദുസ്വാധീനം കൊണ്ട് അങ്ങനെ സ്വാമി ചോദിച്ചു പോയതാണ് എന്ന് നാളെ പറയാൻ മടിക്കില്ല. എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? ഇവിടെ ഇപ്പോൾ ശ്രീധരൻപിള്ള ഇരട്ടനാക്കൾ സംസാരിക്കുകയാണ്. രാഷ്ട്രപതി പറഞ്ഞതിൻ്റെ കൂടെയാണെന്ന് പറയുന്നു. BJPയുടെ പ്രമുഖനായിട്ടുള്ള മുതിർന്ന നേതാവിൻ്റെ മകൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ 8 ബന്ധുക്കളാണ് ഈ കേസിൽ പ്രതികളായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കുക. അവിടെ മുസഫർ നഗർ കലാപക്കേസിലെ പ്രതിയായിട്ടുള്ള BJP MLA സംഗീത് സോം പോയിട്ട് പറയുകയാണ് ഇതിന് മുസഫർ നഗറിലുണ്ടായതുപോലുള്ള തിരിച്ചടി ഉണ്ടാവും എന്ന്. സാക്ഷി മഹാരാജ് എന്നോടൊപ്പമുള്ള MP ആണ്, മഹാത്മാഗാന്ധിയേക്കാൾ വലിയ ദേശസ്നേഹി ഗോഡ്സെയാണ് എന്ന് പറയുകയും പാർലമെൻറ്റിൽ അതിന് മാപ്പ് പറയാൻ വിസമ്മതിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹം പോയിട്ട് പറയുന്നു ഇതിനു വേണ്ടി കൊല്ലാനും മരിക്കാനും തയ്യാറാണ് എന്ന്. ഏത് ബീഫിൻ്റെ കാര്യത്തിൽ കൊല്ലാനും മരിക്കാനും തയ്യാറാണ് എന്ന് BJPയുടെ നേതാവ് പറയുന്നു. നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള മഹേഷ് ശർമ്മ, നിർഭാഗ്യവശാൽ അദ്ദേഹം സാംസ്കാരിക മന്ത്രിയാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം അവിടെ പോയിട്ട് പറയുകയാണ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കാൻ താൻ ഇടപെടും എന്ന്. മരിച്ചാൾക്കല്ല, നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള മുസഫർ നഗർ കേസിലെ പ്രതിയായിട്ടുള്ള ഡോക്ടർ സഞ്ജീവ് ബലിയാൻ അവിടെ പോയിട്ട് പറയുകയാണ് ഞങ്ങൾ ഇവിടെ ബീഫ് ഭക്ഷിച്ചാൽ ഈ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന്. അപ്പോൾ സാധ്വി പ്രാച്ചി ഒറ്റയ്ക്കല്ല, നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അംഗങ്ങൾ പോയിട്ട് അവിടെ ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ഒന്ന്. പിന്നെ ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമാണോ? ആസൂത്രിതമായിട്ട് ഇന്ത്യയിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരം പരിശ്രമങ്ങൾ നടക്കുന്നു, എതിരഭിപ്രായമുള്ളവരെ ഇല്ലാതാക്കുന്നു, തങ്ങൾ പറയുന്നതേ ഭക്ഷിക്കാവൂ, തങ്ങൾ പറയുന്ന പുസ്തകമേ പ്രസിദ്ധീകരിക്കാവൂ, തങ്ങൾ അനുവദിക്കുന്ന സിനിമ മാത്രമേ അവതരിപ്പിക്കാവൂ, തങ്ങൾ അനുവദിക്കുന്ന പാട്ടുകാരന് മാത്രമേ പാട്ട് പാടാൻ അനുവദിക്കൂ. ഇത്
നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദ് പൻസാരെ, നരേന്ദ്ര ദാബോൽക്കർ, കൽബുർഗി 3 പേർ ഇവിടെ കൊല ചെയ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ ഇസ്ലാമിക തീവ്രവാദികൾ ബ്ലോഗ് എഴുത്തുകാരെ കൊല്ലുന്നത് പോലെ ഇവിടെ ഹിന്ദുത്വ തീവ്രവാദ സംഘടനകൾ ആളുകളെ, ബുദ്ധിജീവികളെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത എന്താണ്? ഗുലാം അലി എന്ന വിശ്രുതനായിട്ടുള്ള ഗസൽ ഗായകനെ മുംബൈയിൽ പാടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ശ്രീധരൻ പിള്ളയോട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ബഡേ ഗുലാം അലി ഖാൻ എന്ന ഹിന്ദുസ്ഥാനി സംഗീത ചക്രവർത്തി ഇതൊക്കെ തന്നെയും ഇവിടെ ശ്രീ പി എസ് ശ്രീധരൻപിള്ള അതിന് മറുപടി ആവശ്യമാണ്. ഇന്ത്യയിൽ ബഹുസ്വരത അനുവദിക്കില്ല, നിങ്ങളൊരു മതരാഷ്ട്രത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ എല്ലാ സൂചനകളുമുണ്ട്. ആ സൂചനകൾ ഭയത്തോടുകൂടി കാണുന്നവരാണ് പ്രധാനമന്ത്രിയെ ഉറ്റുനോക്കുന്നത്. പ്രധാനമന്ത്രിയാണെങ്കിലോ അന്യരാജ്യത്ത് പോയി ഈ രാജ്യത്തെ നമ്മുടെ നാട്ടുകാരെ കുറ്റം പറയുകയും ഈ രാജ്യത്ത് വന്നാൽ അവിടെ നടക്കുന്ന ഏറ്റവും വലിയ ദ്രോഹങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുമ്പോഴാണ് രാഷ്ട്രപതിക്ക് ചില കാര്യങ്ങളെങ്കിലും പറയേണ്ടി വരുന്നത്. ലജ്ജ തോന്നുന്നില്ലേ ശ്രീ പി ശ്രീധരൻ? നമ്മൾ മുൻ കടന്നുപോയ ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് മൗനം അവലംബിക്കുന്ന ആളാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് ആ മൗനം അവലംബിക്കൽ. ഇത് പക്ഷേ സെലക്റ്റീവായ മൗനം അവലംബിക്കലാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് കാലം കഴിച്ചു കൂട്ടാനാവുക? പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന സംവിധാനങ്ങളുള്ളപ്പോൾ. ഇതല്ലെങ്കിൽ കോടതിയില്ലേ, അല്ലെങ്കിൽ രാഷ്ട്രപതിയില്ലേ? നികേഷ്, ഇതിലേത് സംഭവത്തിലാണ് RSSൻ്റെ BJPയുടെ ആളുകൾ പ്രതികളായിട്ടുള്ളത്? ഇനി എനിക്കെൻ്റെ ബഹുമാനപ്പെട്ട രാജേഷിനോട്, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനാണ്, ഞാൻ ചോദിക്കട്ടെ, ഒരു കേസിൽ പ്രതിയായി നേതാവിന്റെ മകനാണ്, അവിടുത്തെ ലോക്കൽ ലീഡറാണ് BJP നേതാവ്, BJP പ്രവർത്തകനാണ് ഈ മകൻ. ഞാൻ പറഞ്ഞോട്ടെ, മകനാണ്. എൻ്റെ നികേഷ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? താങ്കളുടെ അച്ഛൻ വേറെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നിന്ന സമയത്ത് താങ്കളുടെ കഴിവുകൊണ്ടാണ് താങ്കൾ ഈ രംഗത്തെത്തി. ഞാനത് പറഞ്ഞോട്ടെ. നിങ്ങൾ ഒരു 5-6 കാര്യം എന്നോട് ചോദിച്ച് ഞാൻ വിശദീകരിക്കണ്ടേ? ഇപ്പോൾ ഒരു കേസിൽ പ്രതിയായാൽ ആ പ്രതിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആരെന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമാണ്. അവിടുത്തെ ഉത്തർപ്രദേശിലെ സർക്കാർ ഞങ്ങളെ കൊടുക്കാൻ നടക്കുന്നവരാണ്. അപ്പം ആ കേസിൽ ചിലപ്പോൾ ചില ആൾക്കാരുടെ കാര്യത്തിലുണ്ടോ അത് പരിശോധിക്കണമെന്ന് പറയാം. ഇത്ര വലിയ പാതകമാണോ? BJPയുടെ ഔദ്യോഗിക നിലപാടെന്താ? ഉത്തർപ്രദേശിലെ പാർട്ടിയുടെ നിലപാടെന്താ? അതിനെ അപലപിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് വന്നു, കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വന്നു. ഒറ്റപ്പെട്ട ചില വ്യക്തികൾ വൈകാരികമായിട്ട് ചില പ്രശ്നങ്ങളെ സമീപിക്കുമ്പം അത് ചൂണ്ടിക്കാട്ടിയിട്ടാണോ ഒരു പാർട്ടിയുടെ നിലപാട് നിങ്ങൾ കാണേണ്ടത്? ഇപ്പോൾ 3 ആളെ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് സാഹിത്യ രംഗത്ത്, സാമൂഹ്യ രംഗത്തുള്ളവർ, ഞാൻ ഏത് കേസിലാണ് RSSകാർ പ്രതിയായിട്ടുള്ളത്? സംഘപരിവാരപ്പെട്ടവർ. പിന്നെ തീവ്രവാദത്തിൽ ഇത് പോരാന്ന് പറഞ്ഞ് തീവ്രവാദത്തിൽ പെട്ട ആൾക്കാർ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. വ്യത്യസ്തമായിട്ടുള്ള ഹിന്ദു സംഘടന ഉണ്ടാവാം. ഈ പറഞ്ഞ താങ്കൾ എന്തുകൊണ്ടത് മറച്ചു വെക്കുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ എല്ലാ യോഗങ്ങളിലും പോയിട്ട് ചാണകവെള്ളം തളിച്ച് ഞങ്ങളോട് തോൽപ്പിക്കാൻ പറഞ്ഞിരുന്ന ആളുകളാണ് ഇപ്പോൾ അവിടെ പ്രതികളാണെന്ന് പറയുന്ന, ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയുന്നില്ല, രാമസേന എന്തു ആയിക്കോട്ടെ, ഇതിനെ പോലും ഞങ്ങളുടെ അക്കൗണ്ടിൽ കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ കേസിയുടെ ഈ പ്രാവശ്യം എടുത്തോളൂ, വായിച്ചോളൂ. ഇത്തരം സംഭവങ്ങൾ അപലപിക്കുന്നു. ഇതെല്ലാം ഞങ്ങളെയാണെന്ന് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയശ്രമമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അച്യുതാനന്ദനും കൊലക്കേസ് പ്രതിയായിരുന്നില്ലേ? വാസുപിള്ളയെ ശിക്ഷിച്ച കൊലക്കേസിൽ മഹാത്മാഗാന്ധിയെ ഗോഡ്സെയുടെ കാര്യത്തിൽ BJP എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിരുന്ന നിലപാട് അത് ഞങ്ങളല്ല, സംഘപരിവാർ ആയിരുന്നില്ല എന്നാണ്. ഇപ്പോൾ സംഘപരിവാറിന്റെ ഭാഗമായിട്ടുള്ള, നേരത്തെ ശ്രീ MP രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ പാർലമെന്റിൽ ഇരിക്കുന്ന BJP അംഗം, മറ്റൊരു ഫ്രഞ്ച് ഗ്രൂപ്പും അല്ല പറയുന്നത്, BJP അംഗം തന്നെ മഹാത്മാഗാന്ധിയേക്കാൾ മെച്ചപ്പെട്ടയാളാണ് ഗോഡ്സെ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്ഥിതി എന്നത് വെളിവാക്കുന്നില്ല. ഇപ്പോൾ കൽബുർഗിയുടെ കാര്യം പറയുമ്പോൾ ഒരു ഫ്രഞ്ച് ഗ്രൂപ്പിനെ ചൂണ്ടിക്കാണിച്ച് അത് ഞങ്ങളിൽ പെട്ടതല്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് നൽകുക എന്നുള്ളതാണ്. എംപിയോട് ഞാൻ ചോദിക്കാം, ഗാന്ധിവധത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാം, കോൺഗ്രസ്സുകാർക്ക് പറയാം, ഗവൺമെൻറ് തന്നെ പിൻവലിച്ചതാണത്, ഞങ്ങളുടെ പേരിലുള്ള നിരോധനം. ഞാൻ ഒറ്റ ചോദ്യം മാത്രം ചോദിക്കുന്നു. ഔപചാരികമായി ഇന്ത്യയിൽ ഗാന്ധിവധത്തെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച ജഡ്ജിമാരുടെ കമ്മിറ്റിയുടെ പേരെന്താ? കപൂർ കമ്മീഷൻ ശുപാർശ. എൻ്റെ രാജേഷ്, നിങ്ങൾ ഹൃദയത്തിൽ കൊയ്യോട്ട് പറ, ആ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എനിക്കറിയാൻ വായിച്ചിട്ടില്ല എന്ന്. ആ റിപ്പോർട്ടിൽ RSന് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അംഗീകരിക്കുകയും 78-ൽ
നമ്മളെല്ലാം ഒന്നിച്ചു നിന്ന ഭരണത്തിന്റെ കാലഘട്ടത്തിൽ പാർലമെന്റിലെ അത് വിഷയമായിട്ട് വീണ്ടും വന്നു. പങ്കുണ്ടാവരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇത്രയും വലിയ നെറ്റ്വർക്കുള്ള ഒരു സംഘടനയ്ക്ക് അങ്ങനെ ഗാന്ധിജിയെയും കൽബുർഗിയെയും ഒക്കെ കൊല്ലാൻ കഴിയുമെങ്കിൽ അതില്ലായ്മ ചെയ്യപ്പെടണം, അല്ലെങ്കിൽ അത് അനുവദിക്കപ്പെടാൻ പാടില്ല. അത് പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വായിക്കുന്നത്. ദയവായി ശ്രീ ഫക്രുദ്ദീൻ, ഇവിടെ ഇല്ലാതാക്കാൻ, സംഘപരിവാറിനെ ഇല്ലാതാക്കാൻ നേരത്തെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ. രാഷ്ട്രപതിയുടെ പ്രസംഗം ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ സർക്കാരിനെ ഓർമ്മിപ്പിക്കലാണ്. അല്ലെങ്കിൽ നേരത്തെ ശ്രീ എം പി രാജേഷ് ചൂണ്ടിക്കാണിക്കോട്ടല്ലോ, ഗുജറാത്ത് കലാപ സമയത്ത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ശ്രീ KR നാരായണൻ അന്നത്തെ ഗവൺമെന്റിനെ ഉപദേശിച്ചത്. ആ നിലയിൽ ഗൗരവമുള്ളതായി കാണേണ്ടതുണ്ട് എന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? തീർച്ചയായും ഇവിടെ നമ്മൾ കാണുന്നത്, നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം, അത് 1947 സ്വാതന്ത്ര്യം കിട്ടി അതിന് ശേഷം വന്ന ഭരണഘടന പറഞ്ഞിരിക്കുന്ന ഒരു ഇന്ത്യ മഹാരാജ്യം എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് നമ്മുടെ ഉപനിഷത്തുകളൊക്കെ പറയുന്ന സർവ്വധർമ്മ സമഭാവന. നിങ്ങൾക്ക് ഇങ്ങനെ ലോകത്ത് ഒരു രാജ്യത്തെ കാണാൻ പറ്റില്ല. കാരണം ബുദ്ധനും ജൈനനും ഒക്കെ തന്നെ ചെറിയ അടികളൊക്കെ ഉണ്ടായി പോലും ബ്രാഹ്മണനും എല്ലാം തന്നെ ഒരുമിച്ച് ജീവിച്ചിരുന്ന, അപ്പം നമ്മുടെ സാമൂതിരി മാത്രമല്ല, ഇപ്പം മഹാരാഷ്ട്ര കർണാടക ചില രാഷ്ട്രകൂടാസ് വരെ മധ്യകാലഘട്ടത്തിൽ ഈ മുസ്ലിംസിന് കച്ചവടക്കാർക്ക് പിന്നെ പള്ളികൾ ഉണ്ടാക്കി കൊടുക്കുകയും അവിടെ അവർക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെ വലിയൊരു പാരമ്പര്യമുള്ള രാജ്യമുണ്ട്. ആ രാജ്യമാണ് രാമന്റെ രാജ്യം എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതോ ഈ കോൺഗ്രസ്സുകാർ എഴുതി വെച്ചിട്ട് ഈ ഭരണഘടനയെ പറയുന്ന കാര്യങ്ങളോ ഒന്നല്ല. ആ ഇന്ത്യയാണ് ഇവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ദുരന്തം. ഇവർക്ക് വേണ്ടതെന്നാണ്, ഇവര് ഒരു ഹിന്ദി ബെൽറ്റിലുള്ള ഭാരത് എന്ന് ഇവർ പറയുന്നത്, അത് ഈ സബ് കോണ്ടിനെന്റിൽ മൊത്തം RSS ഉള്ളതുകൊണ്ട് കൃത്യമായി പറയില്ല. ഇപ്പൊ ശ്രീധരപിള്ള പോലെ സത്യത്തിൽ അതിന് പുറത്താണ്. അപ്പൊ ഹിന്ദി ബെൽറ്റിലുള്ള ഹിന്ദി സംസാരിക്കുന്ന ഒരാളുകളുടെ അവിടെയുള്ള സവർണന്മാരുടെ, ആ ശൂദ്രന്മാർ പോലും പെടില്ല, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കി നോക്കണ്ട, അവരുടെ മനസ്സിലുള്ള ഒരു ഭാരത് എന്നുള്ള ഒരു സവർണ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരിക. ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനം എന്ന മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങളാ. ആ മനുസ്മൃതി പോലെ ഗ്രന്ഥങ്ങൾ ശൂദ്രന് പോലും സ്ഥാനമില്ല നമുക്കറിയാം. പിന്നല്ലേ ഇവിടെയുള്ള മുസ്ലിംസിന് അതുപോലെ മറ്റുള്ളവർക്കുള്ള സ്ഥാനം. അപ്പോൾ നമ്മുടെ പൗരാണികമായ ഭാരതം, ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റ്, ഭാരതം എന്നുള്ള കോൺസെപ്റ്റിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ വൈശ്യന്മാരും ബ്രാഹ്മണന്മാരും പഴയ ചില ക്ഷത്രിയന്മാരും ഉൾക്കൊള്ളുന്ന ഒരു എലീറ്റ് ഗ്രൂപ്പിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരികയും അതൊരു ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റിക്കൊണ്ട് ഉത്തരേന്ത്യയിലെ ഒരു സവർണ രോഗിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ കൃത്യമായ ഒരു അജണ്ടയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണങ്ങൾ. അപ്പം നമ്മുടെ രാഷ്ട്രപതി പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിന് വളരെ കൃത്യമായി അദ്ദേഹം നമ്മുടെ പൗരാണികമായ ഭാരതത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അത് കൃത്യമായി അദ്ദേഹം പറയാതെ പറയുന്നത് ആ ഭാരതം RSSന്റെ ഹിന്ദുത്വവാദികളുടെ ഭാരതമല്ല എന്നാണ്. തുടരുക. ഇവിടെ ശ്രീ എം പി രാജേഷ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. 72 സീറ്റ് കിട്ടി ഉത്തർപ്രദേശിൽ. 72 സീറ്റ് കിട്ടിയത് BJPക്ക് അല്ല, ഈ ഒരു പൊളിറ്റിക്സിനാണ്. ഇപ്പോൾ ബീഹാറിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള CSDSൻ്റെ സർവേയിൽ പറയുന്നത് 32% വോട്ട് BJPക്കും 28% വോട്ട്, അല്ല 42%വും 38% വോട്ടുകൾ യഥാക്രമം NDAയ്ക്കും മഹാഗഠബന്ധനുമെന്നാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിന് പിന്നാലെ പോകാൻ ആളുകളുണ്ട്. ഇതൊരു തരം മനോവികാരത്തിനൊപ്പം രാഷ്ട്രീയം ചലിപ്പിക്കലാണ്. അതിന് റിട്ടേൺസ് ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ട് സംഘപരിവാറിനെ BJPക്ക് അത് ആവിഷ്കരിച്ചുകൂടാ? അതെ, ആ രാഷ്ട്രീയം നമ്മുടെ നാടിന് ഗുണകരമാണോ എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഈ BJP വളർത്തിയെടുക്കുന്നത് ഒരു രാഷ്ട്രീയത്തെയാണ്. വിശ്വാസത്തെയും മതത്തെയും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് BJP ചെയ്യുന്നത്. അതിനുവേണ്ടി വർഗീയമായ ധ്രുവീകരണം സൃഷ്ടിക്കുന്നു. മുസഫർ നഗർ കലാപം അതിൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ നേട്ടം ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടി. ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ബീഫിനെ ചൊല്ലിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള കൊലപാതകവും ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസ്താവനകളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെറുതെയല്ല സാക്ഷി മഹാരാജിനെ പോലുള്ള MP-മാരും കേന്ദ്രമന്ത്രിമാരും എല്ലാം സംഗീത് സോമിനെ പോലുള്ള ആളുകൾ അവിടെ പോയിട്ട് ഈ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സുശീൽ കുമാർ മോഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ബീഹാറിൽ BJP അധികാരത്തിൽ വന്നാൽ ഗോവധ നിരോധനം, ബീഫ് നിരോധിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ ഓർമ്മിക്കണം, ഗോവയിൽ BJP ഗവൺമെൻറ്റാണ്, നിരോധിച്ചിട്ടില്ല എന്ന് ഓർമ്മിക്കണം. കാരണം ഗോവയിൽ ബീഫ് നിരോധിക്കുന്നത് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഗുണം ചെയ്യുന്നതല്ല. അവിടെ ന്യൂനപക്ഷം നിർണായകമായിട്ടുള്ള ഒരു ജനസംഖ്യയിൽ നിർണായകമാണ്, അത് BJPക്ക് ഗുണം ചെയ്യുന്നതല്ല.
അപ്പോൾ ഇതിനെയാണ് സെലക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ബീഹാറിൽ അത് പ്രധാന വിഷയമാക്കാൻ പോളറൈസേഷന് വേണ്ടി ശ്രമിക്കുന്നു. അമിത്ഷായുടെ പ്രസ്താവന ഓർമ്മിക്കണം. അരുവിക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മൻചാണ്ടി നടത്തിയതുപോലെയാണ്. അമിത്ഷാ പറഞ്ഞു BJPയും ഒവൈസിയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ബീഹാറിൽ. എന്താ ലക്ഷ്യം? ബീഹാറിൽ പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നതാണ്. ആ പോളറൈസേഷന് വേണ്ടി തന്നെയാണ് ബീഫിനെ ആയുധമാക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. കേരളത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ABVP ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു സംഘർഷ വിഷയമാക്കാൻ ശ്രമിക്കുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പോളറൈസേഷൻ കേരളത്തിലും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗിക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് RSSും BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വിശ്വാസത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. ദ്വജേന്ദ്ര നാരായൺ ധ എന്ന് പറയുന്ന ബ്രാഹ്മണനായിട്ടുള്ള ചരിത്രകാരൻ, അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ദ മിത്ത് ഓഫ് എ ഹോളി കൗ. അതിൽ അദ്ദേഹം ശാസ്ത്രീയമായിട്ട് അക്കാഡമിക് ആയിട്ടുള്ള റിസർച്ചിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട് വേദകാലത്ത് ബീഫ് ഭക്ഷിച്ചിരുന്നു എന്നുള്ളത്. മനുസ്മൃതിയും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് ബ്രാഹ്മണനായിട്ടുള്ള DN ഝാ സ്ഥാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വിശ്വാസമല്ല പ്രശ്നം, വിശ്വാസത്തിൻ്റെതല്ല പ്രശ്നം, രാഷ്ട്രീയ ലാഭത്തിൻ്റെതാണ് പ്രശ്നം. അതിന്റെ വ്യാഖ്യാനത്തിന്റെയുമാണ്. ദയവായി തുടരുക ശ്രീ MP രാജേഷ്. ശ്രീ PS ശ്രീധരൻപിള്ള, ഈ സംഘർഷം കേരളത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് കേരളവർമ്മ കോളേജ്, അവിടെ SFI പ്രതീകാത്മകമായി, നമുക്കറിയാമല്ലോ കേരളത്തിലെ ക്യാമ്പസുകൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, കേരള വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഒരു ദേശീയ വിഷയത്തിൽ പ്രതീകാത്മകമായി ബീഫ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിനകത്ത് ABVPയും SFIയും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. എന്തിനാണത് കേരളത്തിലേക്ക് വരുന്നത് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? SNDP BJP സഖ്യത്തിൻ്റെ ഒക്കെ തുടർച്ചയായ ഒരു ആംബിയൻസ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടോ? ഞാനിപ്പോൾ അത് പറഞ്ഞാൽ ഒരു വല്ലാത്ത വിവാദത്തിലേക്ക് പോകും. രാജേഷിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ കുറേ കൂടി നമ്മുടെ നാടിൻ്റെ കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയ കാലത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെടുത്ത ഇന്ത്യൻ ദേശീയതയ്ക്കെതിരായിട്ട് അവരെന്നും നിന്നിട്ടുള്ളൂ. ഭാരതമാതാ കഴിഞ്ഞ് വിളിക്കാൻ പാടില്ല. കോൺഗ്രസ് വർഗീയ പാർട്ടിയാണ്, ഹിന്ദു വർഗീയ പാർട്ടിയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമേയങ്ങളിൽ കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിയെ അങ്ങനെ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ബ്രിട്ടീഷുകാർ ഉറപ്പുവരുത്തിയ അവസരത്തിൽ ഇന്ത്യ ഒന്നിച്ചു നിൽക്കരുത്, 16 പരമാധികാര കേരളത്തിലേക്ക് വന്നു. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംഘർഷം അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് താഴോട്ട് അവരുടെ നികേഷ് ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പറയാൻ അനുവദിക്ക്. അതുപോലുള്ള ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതാണ് ഒരാളെ വധശിക്ഷയ്ക്ക് തൂക്കിലേറ്റപ്പോൾ മുസ്ലിങ്ങളെ കണ്ടില്ലേ, മുസ്ലിങ്ങളെ പിടിച്ച് വധശിക്ഷ നടത്തുന്നത് കോടതിയാണ് ചെയ്യുന്നത്. ഈ തരത്തിലുള്ള രീതിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ കലാലയങ്ങളിൽ ബീഫ്. ഞാൻ ചോദിക്കട്ടെ, ഇനി എതിർക്കാം, ബീഫിനെ ഇങ്ങനെ വരുന്നു, അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. CPM സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ബീഫ് കറി വെച്ച് കൊടുത്തിട്ട് സംഘർഷം ഉണ്ടാക്കുക. അപ്പോൾ വെല്ലുവിളിക്കാൻ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരായ കുട്ടികൾക്ക് മറുഭാഗത്തും ഉണ്ടാവും, ഇതേ വികാരമുള്ള കുട്ടികളുണ്ടാവും. സംഘർഷ അന്തരീക്ഷമാക്കുകയാണ്. ഈ സംഘർഷമാണ് വേണ്ടത്. ഈ സംഘർഷം നിങ്ങളുടെ അടിസ്ഥാന പ്രമാണം അതാണെങ്കിൽ പോലും സമന്വയമാണ് സർ വേണ്ടത്. സമന്വയം കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ആ സമന്വയത്തിൻ്റെ പാത സ്വീകരിച്ചത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ, കേരളത്തിലെ മുസ്ലിം നേതാക്കന്മാർ മുഴുവൻ പോയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് അവരോട് സംസാരിച്ചില്ലേ? പിറ്റേ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി കാന്തപുരവും എല്ലാ പണ്ഡിതന്മാരും ഇതാണ് ഈ നാടിൻ്റെ മഹത്തായ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ പ്രകീർത്തിച്ചില്ലേ? അപ്പം ബന്ധപ്പെടുകയല്ലേ വേണ്ടത്? ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാവരും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും രാജേഷ്. അത്തരത്തിലൊരു സംഘർഷം ഉണ്ടാക്കുന്നതിന്റെ ഒരു കാരണം രണ്ട് കൈയും കൂട്ടിയിടിച്ചാലേ ഒച്ചയുണ്ടാകൂ എന്നതുപോലെ തന്നെ ആ ഒരു കൈ നിങ്ങളാണ്. ശ്രീ ശ്രീധരൻപിള്ള ഇവിടെ വളരെ മൃദുവായി അസത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ ചർച്ചയിൽ തുടക്കം മുതൽ. അദ്ദേഹം പറഞ്ഞ എല്ലാ അസത്യവും കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചും ഒക്കെ ഗാന്ധി വധത്തെക്കുറിച്ചും ഒക്കെ ഉള്ളത് പിച്ചി ചീന്താവുന്ന വസ്തുതകളുണ്ട്. ഇപ്പോൾ കേരളത്തെക്കുറിച്ചായതുകൊണ്ടും നിങ്ങൾ കൂടുതൽ സമയം അനുവദിക്കില്ല എന്നുള്ളത് ഞാൻ എനിക്ക് പോകുന്നില്ല. വേണമെങ്കിൽ അതൊരു പ്രത്യേകമായിട്ടുള്ള ചർച്ച വെക്കാം. വളരെ മൃദുഭാഷിയായിട്ട് അദ്ദേഹം ഇങ്ങനെ അസത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് കൈ കൂട്ടിയിടിച്ചാലേ സംഘർഷമുണ്ടാവൂ എന്ന് പറഞ്ഞാൽ ഒരു കൈ കേരളത്തിലും ഇന്ത്യയിലും ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. അതിനെ തടഞ്ഞാൽ, പ്രതിരോധിച്ചാൽ, എതിർ ശബ്ദം കേൾപ്പിച്ചാൽ, അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമുയർത്തിയാൽ അത് സംഘർഷമുണ്ടാക്കലാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ന്യായം? എന്ത് ന്യായമാണതിനുള്ളത്? ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ആളുകൾ ബീഫ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും കേരളത്തിലൊക്കെ എത്രയോ വർഷമായിട്ട്. ആരാണിത് രാഷ്ട്രീയ പ്രശ്നമാക്കി കൊണ്ടുവന്നത്?
ഒരു രാഷ്ട്രീയ പ്രശ്നമല്ലാതിരുന്ന ഒരു കാര്യം കഴിഞ്ഞ 2-3 കൊല്ലത്തിനിടയിലാണല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണകാലം മുതലാണല്ലോ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് വന്നത്. ഇപ്പോൾ അത് ഒരാളെ കൊല്ലാനുള്ള കാരണമായി തീരുന്നു. ഇന്ന് ബജ്രംഗ് ദളിന്റെ പ്രസ്താവനയുണ്ട്, മാട്ടിറച്ചി കഴിക്കുന്നവർക്ക് വധശിക്ഷ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വധശിക്ഷ ഏർപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് സംഘർഷമാക്കിയിട്ട് വളർത്തിയത് ആരാ? ഞങ്ങളാണോ വളർത്തിയിട്ടുള്ളത്? ഇത് ജനാധിപത്യമാണെങ്കിൽ ഇതിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് പറയാനും ആ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായവും പ്രതിഷേധവും ആവിഷ്കരിക്കാനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്കെന്നല്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിന് അതാരാ സംഘർഷത്തിലേക്ക് നയിക്കുന്നത്? RSSും BJP സംഘർഷത്തിലേക്ക് നയിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ ശ്രീധരൻപിള്ള, കേരളത്തിൽ എത്രയോ BJPക്കാർ ബീഫ് കഴിക്കുന്നവരായിട്ടില്ലേ? എത്രയോ BJPക്കാരുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ നിങ്ങൾ ഇത് സംഘർഷ വിഷയമാക്കി മാറ്റുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വിസ്മരിക്കാൻ കഴിയുന്ന ഇപ്പോഴാണോ സംഘർഷ വിഷയമായിട്ടുള്ളത്? എല്ലാ കാലഘട്ടത്തിലും അതായിരുന്നില്ലേ? ശ്രീ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് മുമ്പ് ശ്രീ ഫക്രുദ്ദീൻ 29 സംസ്ഥാനങ്ങളിൽ 24 സംസ്ഥാനങ്ങളിലും ഗോവധ നിരോധനമുണ്ട്, നിയമപരമായി നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനും ദേശീയ തലത്തിൽ അങ്ങനെ ഒരു നിയന്ത്രണം ഇല്ല. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ കേരളത്തിൽ നേരത്തെ ശ്രീ രാജേഷ് ചൂണ്ടിക്കാണിച്ച ഗോവയിൽ അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇതൊരു സംഘർഷത്തിൻ്റെ സമരമാക്കി മാറ്റാതിരിക്കുക. കാരണം വ്യത്യസ്തമായ 2 സമുദായങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഇക്കാര്യത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ പലരും ചൂണ്ടിക്കാണിക്കുന്നതും വ്യത്യസ്ത ചർച്ചകളിൽ ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. മുസ്ലിങ്ങളുടെ ഏരിയയിൽ സാധാരണഗതിയിൽ പോർക്ക് അവരനുവദിക്കാറില്ല. അവിടെ പോയി എന്നാൽ പോർക്ക് വെച്ച് കളയും എന്നൊന്നും ആരെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമാണ് അസ്വാരസ്യങ്ങൾ. അതുപോലെ അസ്വാരസ്യങ്ങൾ ഈ പ്രത്യേകിച്ച് മതപരമായ വിഷയങ്ങളിൽ ഒഴിവാക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു കേരളത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് ഏറ്റവും നല്ലത്. അല്ല, കേരളത്തിന്റെ കാര്യം പറയും. ഉത്തരേന്ത്യയിൽ നമ്മൾ ദേശീയ കോൺടാക്ട് ഇപ്പം 20 കൂടുതൽ സ്റ്റേറ്റുകൾ നിരോധിച്ചത് പലതും കോൺഗ്രസ് സ്റ്റേറ്റുകളാണ്. കോൺഗ്രസ് സ്റ്റേറ്റുകൾ നിരോധിച്ചത് പറയാൻ കാരണം കോൺഗ്രസ് തന്നെ ഹിന്ദുത്വവാദികളായ ആളുകളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കാണുന്നത് എന്താ ഒരേ സമയം ഗോവ നിരോധിക്കണമെന്ന് ഭരണഘടന തന്നെ പറയുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായമായിരുന്നില്ല. അത് ഹിന്ദുത്വവാദികളായ ആളുകൾ, മദൻ മോഹൻ മാളവ്യ പോലെ ആളുകളിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമുക്ക് കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഒരുപക്ഷെ ബ്രാഹ്മണരും ക്ഷത്രിയരും ഒഴിച്ച് എല്ലാ നായന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഗോമാംസം ഭക്ഷിക്കാറുണ്ട്. ഇവിടെ അതിൻ്റെ പുറത്ത് ഉത്തരേന്ത്യയിൽ സംഭവിച്ച പോലെയുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. മുമ്പ് ഉത്തരേന്ത്യയിലാണ് നമുക്കറിയാം, അത് ആര്യ സമാജ സ്ഥാപകന്റെ കാലം തൊട്ട് 19ാം നൂറ്റാണ്ടിന്റെ അവസാനം തൊട്ട് തന്നെ കലാപങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു കലാപം ഉണ്ടാകാത്തൊരു അന്തരീക്ഷത്തെ അവിടെ പോകും. പക്ഷേ കേരളത്തിൽ നിങ്ങൾ ഇത് കൊണ്ടുവരുന്ന സാങ്കത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കേരളത്തിൽ ഇത് അടിച്ചേൽപ്പിക്കുന്നത് ഉത്തരേന്ത്യ വൽക്കരണത്തിന്റെ ഭാഗമാണ്, ഹിന്ദുത്വ ഐഡിയോളജിയുടെ ഭാഗമാണ്. അതിലെല്ലാം ഉപരിയായിട്ട് വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള കൃത്യമായിട്ടുള്ള ഫാസിസ്റ്റ് ഇടപെടൽ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇപ്പം SFI ഈ കേരളവർമ്മ കോളേജ് നടത്തിയ ബീഫ് ഫെസ്റ്റിവലായിട്ട് വന്നപ്പോൾ എനിക്കൊരു വിയോജിപ്പുള്ളത്, കേരളവർമ്മ കോളേജ് ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു കോളേജാണ്. മാത്രമല്ല ആ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സവർണ പേരിൽ തന്നെ ഒരു സവർണത ഉള്ള ഒരു കോളേജാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ക്ഷത്രിയ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവേശമുണ്ട്. അതുകൊണ്ട് കേരളവർമ്മ കോളേജിൽ ബീഫ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവം നടത്തേണ്ടിയിരുന്നില്ല. നിങ്ങൾക്കൊരു സെമിനാർ നടത്താം, അല്ലെങ്കിൽ ഒരു ഭക്ഷ്യ മേള നടത്താം. ഇപ്പം യൂണിവേഴ്സിറ്റി കോളേജിൽ അല്ലെങ്കിൽ ഇപ്പം വടകര SN കോളേജിൽ ഒന്നും ചെയ്ത് ഞാൻ പിന്നെ അവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തി ഞാൻ എതിർക്കുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ തീയന്മാരും നായന്മാരും ഒക്കെ ഇത് കഴിക്കാറുണ്ട്. പക്ഷേ ഇത്തരം ഗുരുവായൂരപ്പൻ കോളേജ്, തിരുവനന്തപുരത്തെ മഹാത്മാഗാന്ധി കോളേജ്, അതുപോലെ ഇത്തരം കോളേജ് നമ്മൾ കുറച്ചും കൂടി എന്തിനാണ് നമ്മൾ RSSകാരെ ശ്രീധരൻപിള്ളയുടെ കയ്യിൽ ഒരു ആയുധം കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഗോപഥത്തെ എതിർത്തതുമായിട്ട് നടത്തേണ്ടിയിരുന്നില്ല എന്നാണ് ഫക്രുദ്ദീൻ പറയുന്നത്. അല്ലല്ല, ഞാനതിനോടൊന്നും യോജിക്കുന്നില്ല. കാരണം ഇത് എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ജനാധിപത്യ അവകാശം ഹനിക്കുന്നതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധത്തിൻ്റെ മാർഗ്ഗമാണ് ഇത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളവർമ്മ കോളേജിലല്ല നടന്നിട്ടുള്ളത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബൗദ്ധികമായിട്ട് ഉയർന്നു നിൽക്കുന്ന കലാലയങ്ങളിലും സർവകലാശാലകളിലും എല്ലാം ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ BJP സർക്കാരിൻ്റെ കാലത്തും ഇത് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. അപ്പം അതുകൊണ്ട് ഫക്രുദ്ദീൻ പറഞ്ഞതിനർത്ഥം RSSനും BJPക്കും സ്വാധീനവും ശക്തിയും ഉള്ള സ്ഥലത്ത് ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ RSSന്റെ ഫാസിസ്റ്റ് തിട്ടൂരത്തിന് വഴങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. അത് അനുവദിക്കാനാവില്ല. ഞാനിവിടെ പറഞ്ഞല്ലോ, ഇതെല്ലാം പിന്നീട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യമാണ്.
നിൽക്കൂ ശ്രീ പി എസ് ശ്രീധരൻപിള്ള എന്ത് ഭക്ഷണം നേരത്തെ ആരോ ശ്രീ നികേഷാണ് ചോദിച്ചെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് നികേഷ് ഒരു മിനിറ്റ് നികേഷാണ് ഇവിടെ ചോദിച്ചത്. ചിലയിടത്ത് പന്നിയിറച്ചി മുസ്ലിം ന്യൂനപക്ഷത്തിന് ഇഷ്ടമില്ലാത്തതാണ്, അത് അവിടെ കഴിക്കാമോ? പന്നിയിറച്ചി ഇവിടെ ആരും നിരോധിച്ചിട്ടില്ല. പ്രശ്നം ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തത് അടിച്ചേൽപ്പിക്കണം എന്നുള്ളതല്ല നികേഷ്. പന്നിയിറച്ചി ആർക്കെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് കഴിക്കണ്ട, ഇഷ്ടമുള്ളവർ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. ആര് പറഞ്ഞാലും തെറ്റാണ്. അത് തന്നെയാണ് ബീഫിൻ്റെയും കാര്യത്തിലുള്ളൂ. അല്ലാതെ ആരെ കൊണ്ടെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങൾക്ക് പാടില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ശരിയായിട്ട് തർക്കമുണ്ട്. പക്ഷേ എന്നാൽ പോലും ശ്രീ പി എസ് ശ്രീധരൻപിള്ള താങ്കൾ കൂടി അവസരം നൽകേണ്ടതുകൊണ്ട് എനിക്ക് അവസാനിപ്പിക്കുകയാണ്. എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് കേൾക്കണം ശ്രീ പി എസ് ശ്രീധരൻപിള്ള എന്ത് കേൾക്കണം എന്ന് പോലും മുംബൈയിലെ ശിവസേനക്കാർ തീരുമാനിക്കുന്നു എന്ന നിലയിലേക്ക് നമുക്ക് പാകിസ്ഥാൻകാരൻ്റെ മ്യൂസിക്കോ അമേരിക്കക്കാരൻ്റെ മ്യൂസിക്കോ ഇന്ത്യക്കാരൻ്റെ മ്യൂസിക്കോ അതിലേക്ക് വരെ കടന്നു കയറുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ എവിടെയാണ് ഈ രാജ്യത്തെ നയിക്കുന്ന ചില സംഘടനകൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഭയമെന്നത് മാത്രമല്ലല്ലോ പറയുന്നു, ഉത്കണ്ഠയില്ലേ? മലയാളത്തിൽ ഇനിയും കുറേ വാക്കുകളുണ്ട്, ഞാനത് പറയുന്നില്ല. നികേഷ് അവസാനം ഇപ്പം പറഞ്ഞതും തൊട്ട് മുമ്പ് പറഞ്ഞ രണ്ട് കാര്യത്തോട് ഞാൻ യോജിക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കാര്യം യോജിക്കുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭരണഘടനയിൽ നിയമം അത് വന്നു. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവർ സർക്കുലർ അയച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി എന്നും ഗോപനത്തിന് വേണ്ടി ജനസംഘ കാലം പോലുള്ളതാണ് ഞങ്ങളുടെ പ്രതിബദ്ധതയാണ്. ഞാൻ ചോദിക്കട്ടെ, രാജേഷിൻ്റെ പാർട്ടി ഉൾപ്പെടെ നിങ്ങളെല്ലാവരും കൗ ബെൽറ്റ് എന്ന് പറയുന്നില്ലേ? എന്തുകൊണ്ടാണ് കൗ ബെൽറ്റ് എന്ന് പറയുന്നത്? കളിയാക്കിയിട്ട് മോശമാക്കി പറയുന്നതാണ്. കൗ ബെൽറ്റ് എന്തുകൊണ്ടാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അത്തരം വിവാദങ്ങളിലൊന്നും യാതൊരു എതിർപ്പുമാക്കുന്നില്ല. ഗോസംരക്ഷണം എന്ന വിഷയത്തിൽ ഒരുപക്ഷെ ശ്രീ പി എസ് ശ്രീധരൻപിള്ള മണിക്കൂറുകൾ താങ്കൾക്ക് സംസാരിക്കാൻ കഴിയുമായിരിക്കും. എനിക്കതിന് വിയോജിപ്പില്ല, അത് താങ്കൾ സംസാരിക്കണം. പക്ഷേ എൻ്റെ പ്രശ്നം, നിങ്ങൾ ഒരാളെ തല്ലിക്കൊല്ലാൻ പാടില്ല, ഒരു പശുവിന് വേണ്ടി ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലാൻ പാടില്ല. ഞാനും അത് യോജിക്കുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇവിടെ പക്ഷെ അതല്ലല്ലോ ശ്രീ പി എസ് ശ്രീധരൻപിള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലവ് ജിഹാദ്, എനിക്കൊരു 30 സെക്കൻഡ് തരുമോ ശ്രീ പി എസ് ശ്രീധരൻപിള്ള? 2014 നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്, രാജ്യത്തെ കൊണ്ടുചെന്നെത്തിച്ചത് എങ്ങനെയാണ്? ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് രാജ്യത്താകമാനം ഒരു ക്യാമ്പയിൻ നടത്തി. ഒരു പ്രശ്നവും രാജ്യത്തില്ല. ബിജെപിയുടെ രണ്ടാമത്തേത്, പശുക്കളെ കൊന്നു തിന്നുന്നവരാണ് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ. ഒരു അയൽവക്കത്തെ, ഒരു സമൂഹത്തെ പരസ്പരം ധ്രുവീകരിക്കുന്ന, എൻ്റെ അയൽവാസി മുസ്ലിം ആണെങ്കിൽ അവനെ ഞാൻ വെറുക്കുന്ന നിലയിലേക്കുള്ള ക്യാമ്പയിൻ ഹിന്ദു മനസ്സുകളിൽ ഉണ്ടാക്കുക. അതാണ് നിങ്ങൾ ലവ് ജിഹാദ് കൊണ്ടും ഈ പശു ക്യാമ്പയിൻ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വിഭിന്നമായ സംസ്കാരങ്ങൾ ഒരുമിച്ച് വാർക്കുന്ന ഒരു രാജ്യത്തെ അൺമേക്കിംഗ് ഓഫ് ഇന്ത്യ, ഒരു കാര്യവുമില്ല. അൺമേക്കിംഗ് ഓഫ് ഇന്ത്യ എന്ന തലക്കെട്ടിലാണ് ഇന്നലെ ഈ തവണ RSS നേരിട്ട് RSSന്റെ മൈനോറിറ്റി വിഭാഗം നേരിട്ട് RSS ഡൽഹിയിൽ 2 സ്ഥലങ്ങളിലായിട്ട് ഇഫ്താർ നടത്തി. ഇതിൽ കൂടുതൽ സൗഹാർദ്ദം എന്താ വേണ്ടത്? പക്ഷെ ഞങ്ങൾ RSS പറയാൻ എല്ലാവരെയും കൊല്ലാനാണ് നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ അജണ്ടയുണ്ട്, അജണ്ട ശ്രമിക്കുകയാണ്. അല്ലാണ്ട് ഇവിടെ 30 സെക്കൻഡിൽ എല്ലാ ചിന്തയും വരട്ടെന്ന് പറയുന്നതിന് തല്ലി തകർത്ത ഭാരതമില്ല, സംസ്കാരമില്ല. RSS ഇഫ്താർ നടത്തി എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രപതിയുടെ ഇഫ്താർ വരുന്ന നരേന്ദ്രമോദി വിട്ടുനിന്നു എന്നും ആലോചിക്കണം. അതിൽ നിന്ന് വിട്ടുനിൽക്കുക, എന്നിട്ട് RSS ഇഫ്താർ നടത്തുക, ഇതിനെ പ്രീണനം എന്നാണ് പറയുക. പിന്നെ ലവ് ജിഹാദിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഇപ്പൊ നമ്മള് എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമ ഇറങ്ങിയല്ലോ. ഈ സിനിമ ഇന്നാണ് ജീവിച്ചിരുന്നതെങ്കിൽ ലവ് ജിഹാദിന്റെ പേര് വേട്ടയാടപ്പെടുമായിരുന്നു. ഇത് ഇപ്പോഴും ഉണ്ട്. 2000-ലും ഉണ്ടായി, ഇപ്പോഴും ഉണ്ടായി. അന്ധമായ BJPയുടെ RSS വിരുദ്ധ മാനിയാക്കളാണ് നിങ്ങൾ പറഞ്ഞോളൂ. ജനങ്ങൾ അവഗണിക്കുന്നു, ഞങ്ങളും അവഗണിക്കുന്നു, അത്രേ ഉള്ളൂ. വളരെ നന്ദി എഡിറ്റേഴ്സ് അവറിൽ പങ്കെടുത്തതിന്, ചർച്ചയിൽ ഇടപെട്ടതിന്.